ഞാനില്ലേ ഈ ഡെസേർട്ടിനൊക്കെ ഫ്രഷ് ക്രീം വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി യൂസ് ചെയ്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കളയേണ്ടി വരുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അതിന് മുന്നേ എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ആക്കാമെന്ന്. അങ്ങനെ ചാറ്റ് ജി പി ടിനോട് ചോദിച്ചപ്പം പറഞ്ഞു തന്ന 2 റെസിപ്പീസാണ് ഞാൻ ഈ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഒന്ന് നമ്മളുടെ ചപ്പാത്തീൻ്റെ ഡോ ആക്കുമ്പം അതിൽ വെള്ളത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തായാലും ആക്കി നോക്കിയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചപ്പാത്തീൻ്റെ കോമ്പിനേഷനായിട്ടൊരു കറിയാണ് ആക്കുന്നത്. അപ്പം ആദ്യം നമ്മളുടെ നോർമലായിട്ടുള്ള പനീർ ബട്ടർ മസാല ആക്കുന്ന ഒരു ബേസിൽ ഞാൻ പനീറിന് പകരം ആഡ് ചെയ്യുന്നത് ബോയിൽ ചെയ്തിട്ടുള്ള വെള്ള കടലയാണ്. അപ്പം വെറൈറ്റി ആയിട്ടൊരു കടലക്കറിയെല്ലാം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബട്ടർ ചിക്കനും പനീർ ബട്ടർ മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കറിയും എന്തായാലും ഇഷ്ടപ്പെടും. എപ്പോഴും ഒരേപോലത്തെ കടലക്കറി കൂട്ടി ബോറടിച്ചില്ലെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഐ ഹോപ്പ് യു റിയലി ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ വാച്ചിങ് ദിസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.